പ്രിയ വിദ്യാർത്ഥികളെ, SSLC +2 VHSE പരീക്ഷകൾ കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കും. ഈ സമയത്ത് SSLC എഴുതിയ കുട്ടികൾ ഇനി അതിൻ്റെ പ്ലാനിങ് എന്തൊക്കെ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരു ബെൽ ബട്ടൺ കാണും, അത് പ്രസ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. SSLC എഴുതിയ ധാരാളം കുട്ടികൾ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് വളരെ ആശങ്കയോടെയാണ് ഇരിക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞ് അവരേത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്ന വലിയ ആശങ്കയിലാണ് നല്ലൊരു ശതമാനം കുട്ടികളും. അപ്പോൾ ഈ സമയമാണ് അവർക്ക് ചിന്തിച്ചുറപ്പിച്ച് വെക്കാനുള്ള ഒരു സമയം. റിസൾട്ട് വരാൻ ഇനിയും കുറേ സമയം കൂടെ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഇനി എന്ത് വേണം നിങ്ങൾ ബോധവാന്മാരായി ഇരിക്കുന്നതാണ് പേരൻസിനും നിങ്ങൾക്കും ഉത്തമമായിട്ടുള്ള കാര്യം. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏത് കോഴ്സ് പഠിക്കണമെന്നുള്ളത്. കാരണം നിങ്ങളുടെ ഉള്ളിലെ കഴിവ് നിങ്ങൾക്ക് മാത്രമേ തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അതനുസരിച്ചുള്ള ഒരു കോഴ്സായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ പേരൻസ് നിർബന്ധപൂർവ്വം പോകുന്ന ഒരു കോഴ്സിലേക്ക് ഒരു കാരണവശാലും നിങ്ങൾ പോകരുത്. ഇതിനു വേണ്ടിയുള്ള ചില മാർഗനിർദ്ദേശങ്ങളാണ് ഞാൻ SSLC കുട്ടികൾക്ക് വേണ്ടി ഇവിടെ നൽകുന്നത്. ലോകം വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുകയാണ്. ഈ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് തിരഞ്ഞെടുക്കുന്ന കോഴ്സുകൾക്കും വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഓൺലൈൻ ക്ലാസ്സും ഓൺലൈൻ വിദ്യാഭ്യാസ രീതികളും ഒക്കെ വളരെ പ്രചാരമേറി വരുന്ന ഒരു കാലഘട്ടമാണിത്. തീർച്ചയായും അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു കോഴ്സ് സംവിധാനത്തിലേക്ക് വേണം നിങ്ങൾ പോകുവാൻ. ആദ്യമേ അത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടതാണ്. നമുക്കറിയാം, ഒരു വ്യക്തിക്ക് ഒന്നിലധികം കഴിവുകൾ ഇന്ന് ഉണ്ട്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയും. കേവലം ഒരു കഴിവിനെ മാത്രം വളർന്നുകൊണ്ടല്ല ഒരു കുട്ടിയുടെ ഏതവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്ര മാർക്ക് കൂടിയ കുട്ടി ബയോളജി അല്ലെങ്കിൽ അതുപോലെയുള്ള സബ്ജക്റ്റ് മാത്രമേ എടുക്കൂ എന്നുള്ള യാതൊരു നിബന്ധനയും ഈ സമയത്ത് വയ്ക്കരുത്. അവൻ്റെ ഉള്ളിലെ വാസന ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് വിടുന്നതായിരിക്കും നല്ലത്. നല്ല മാർക്കുള്ള കുട്ടികൾ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന കോമ്പിനേഷൻ സെലക്ട് ചെയ്യാറുണ്ട്. കാരണം സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എക്സാമിനേഷനൊക്കെ പോകുന്ന കുട്ടികൾ, ധാരാളം കുട്ടികൾ ഇന്ന് ഹ്യൂമാനിറ്റീസ് കോഴ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആധുനിക കാലഘട്ടത്തിൻ്റെ കോഴ്സിനനുസരിച്ച് കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ ബയോളജി കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മുൻകൂട്ടി നിങ്ങൾക്കൊരു ധാരണ വേണം നിങ്ങൾ എന്തിനാണ് പോകുന്നത് എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് എന്നോ സയൻസ് എന്നോ അല്ലെങ്കിൽ കൊമേഴ്സ് എന്നോ ബയോളജി എന്നോ കമ്പ്യൂട്ടർ സയൻസ് എന്നോ ഒക്കെ നിങ്ങൾക്ക് ഒരു വേർതിരിവോടെ വേർതിരിക്കാം. ഇനി 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു കോഴ്സസിനാണോ ഇനിയും പോകാൻ ഉദ്ദേശിക്കുന്നത്, അതോ ഈ ലോങ് ടേം ആയിട്ടുള്ള കോഴ്സിനാണോ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു ധാരണ നിങ്ങളുടെ മനസ്സിൽ വേണം. ഞാൻ ഷോർട്ട് ടൈം ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഉദാഹരണത്തിന് എളുപ്പത്തിൽ ജോലി കിട്ടാൻ പറ്റുന്ന അല്ലെങ്കിൽ SSLC കഴിഞ്ഞിട്ട് പെട്ടെന്ന് ജോലി കിട്ടാൻ പറ്റുന്ന ITI അതുപോലെയുള്ള മെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ, ട്രാവൽ ആൻഡ് ടൂറിസം, എയർ ഹോസ്റ്റസ്, ഇതുപോലെയുള്ള SSLC കഴിഞ്ഞ് പോകാൻ പറ്റുന്ന പല കോഴ്സുകളുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കോഴ്സുകൾക്കുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പിന്നീട് ഹയർ സ്റ്റഡീസിന് പോകണമെന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകമായി കോഴ്സുകൾക്ക് പോകണം. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കരിയറിനെ ഒന്ന് തിരിച്ചുവിടാനായിട്ട് സാധിക്കും. SSLC ആണ് നിങ്ങളുടെ കരിയറിനെ തിരിച്ചുവിടുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഏത് പഠിക്കണം, എന്ത് പഠിക്കണമെന്ന്, ഏത് ബ്രാഞ്ചിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചുറപ്പിക്കുന്ന ഈ അവസ്ഥയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് അത് നിങ്ങളുടെ മനസ്സിലെപ്പോഴും വേണം. അതോടൊപ്പം തന്നെ ലോങ് ടൈം വിഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് SSLC കഴിഞ്ഞ് +1, +2, BA, BSc, BCom അല്ലെങ്കിൽ MA, MSc, MCom, പിന്നെ PhD, അങ്ങനെയുള്ള ഒരു ലോങ് ടേം ജോലിക്കാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ +1 ചേരണം. ആദ്യം അതിൻ്റെ ബേസിക് കോഴ്സ് എന്ന് പറയുന്നത് +1 ആണ്. ഇനിയും എൻജിനീയറിംഗ് പോകുന്ന കുട്ടികൾ ബയോളജിയും കമ്പ്യൂട്ടറും ഉൾപ്പെടെയുള്ള മാത്തമാറ്റിക്സ് കോഴ്സുകളാണ് തീർച്ചയായിട്ടും പഠിക്കേണ്ടത്. അതിൽ തന്നെ മെഡിക്കൽ ഫീൽഡാണെങ്കിൽ ബയോളജി പഠിച്ചിരിക്കണം. വെളിനാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് നഴ്സിങ്ങിന് പോകുന്നതിന് ബയോളജി നിർബന്ധമല്ല. എങ്കിലും BSc നഴ്സിംഗൊക്കെ പോകുന്നതിന് ബയോളജി അല്ലെങ്കിൽ ഡോക്ടറാകാൻ പഠിക്കുന്നതിന് MBBS പഠിക്കുന്നതിനൊക്കെ നമുക്ക് നിർബന്ധമായും ബയോളജി പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഫീൽഡ് നേരത്തെ താല്പര്യമുള്ള ആ കോഴ്സിലേക്ക് പോകണം. കൊമേഴ്സ് ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾ ഇപ്പോഴേ തീരുമാനിച്ചുറപ്പിക്കണം, എനിക്ക് കൊമേഴ്സ് ഗ്രൂപ്പുകൾ മതി എന്നുള്ളതാണ്. ഇനി +1 അഡ്മിഷൻ ഏത് കോമ്പിനേഷൻ ഏത് സ്കൂളിൽ എടുക്കണമെന്ന് നിങ്ങൾ
തീരുമാനിച്ചുറപ്പിക്കണം. കാരണം ആദ്യം നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഏത് കോമ്പിനേഷൻ വേണമെന്നാണ്. ഈ കോമ്പിനേഷനെ പറ്റി ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് ഞാൻ തരും. രണ്ടാമത് വേണം ഏത് സ്കൂൾ തീരുമാനിച്ചുറപ്പിക്കാൻ. നല്ല റിസൾട്ടൊക്കെയുള്ള സ്കൂളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോവുക. അതോടൊപ്പം തന്നെ ഒത്തിരി ദൂരെ പോകാതെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ പോകുന്നത് ഉചിതമായിരിക്കും. ഇനി ആർക്കെങ്കിലും ഹൈ റിസൾട്ടുള്ള അല്ലെങ്കിൽ എൻട്രൻസ് കോഴ്സുകളൊക്കെ ധാരാളം നടത്തുന്ന കോഴ്സുകളിൽ ആ സ്കൂളിൽ ചേർന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ ലോങ് ടൈം കോഴ്സും ഷോർട്ട് ടൈം കോഴ്സും നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്തിരുന്ന് നിങ്ങളുടെ മനസ്സിരുന്ന് ITI അതോടൊപ്പം തന്നെ നിങ്ങൾ അത് പോകണോ അതോ ലോങ് ടൈം ആയിട്ടുള്ള കോഴ്സുകൾക്ക് +1 തുടർന്നുള്ള കോഴ്സുകൾക്ക് പോകണോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴേ നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് വെക്കണം. നമുക്ക് പ്രധാനമായിട്ടും ഹയർ സെക്കൻഡറിക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ 3 സ്ട്രീമാണുള്ളത്. ഒന്ന് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇങ്ങനെ 3 സ്ട്രീമാണ് നമുക്ക് ഹയർ സെക്കൻഡറിക്ക് ഉള്ളത്. ഇതിൽ ഹയർ സെക്കൻഡറിക്ക് ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിലായിട്ട് ഏതാണ്ട് 2204 സ്കൂളുകൾ ഉണ്ട്. ഗവൺമെൻറ് മേഖലയിൽ, എയ്ഡഡ് മേഖലയിലും അൺഎയ്ഡഡ് മേഖലയിലുമായിട്ട് 2204 സ്കൂളുകളിൽ വിവിധ കോമ്പിനേഷനുകളിൽ ഹയർ സെക്കൻഡറി കോഴ്സ് നടത്തുന്നുണ്ട്. ഏതാണ്ട് 57 അല്ലെങ്കിൽ 50-ൽ പരം കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഇതിനെപ്പറ്റി ചെറിയൊരു വിവരണം നിങ്ങൾക്ക് നൽകി ഞാൻ. VHSEക്കാണെങ്കിൽ ഏതാണ്ട് 389 സ്കൂളിലായി 1100 ബാച്ചും 35 വ്യത്യസ്ത ഇനം ബാച്ചുകളും ലഭിക്കുന്നുണ്ട്. ഇനിയും ഹയർ സെക്കൻഡറിക്ക് നിങ്ങൾക്ക് ജില്ലാ വൈസിലുള്ള ഒരു സ്കൂളിൻ്റെ ഒരു ചെറിയ വിവരണം ഞാൻ നൽകാം. അപ്പോൾ നിങ്ങൾ ഒട്ടും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. കാരണം സീറ്റുകൾ ധാരാളം കാണും, മിക്കവാറും അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ കിട്ടും, വേവലാതിപ്പെടേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അതിനൊരു മുന്നറിവ് തരുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഏതാണ്ട് 181ഓളം ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിൽ 143 സ്കൂളുകളുണ്ട്. പത്തനംതിട്ട 107, ആലപ്പുഴ 128, കോട്ടയം 139, ഇടുക്കി 82 സ്കൂളുകളുണ്ട്. എറണാകുളം 216 സ്കൂളിൽ ഹയർ സെക്കൻഡറി ഉണ്ട്. തൃശ്ശൂർ 218 സ്കൂളിലുണ്ട്. പാലക്കാട് 163 സ്കൂളിലുണ്ട്. കോഴിക്കോട് 191 സ്കൂളുകളിലുണ്ട്. മലപ്പുറത്ത് 261 സ്കൂളിലുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂർ 171 സ്കൂളുണ്ട്. കാസർഗോഡ് 108 സ്കൂളുണ്ട്. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ട് സ്കൂളുകൾ, 12ഓളം സ്കൂളുണ്ട്. ലക്ഷദ്വീപിൽ 9 ഉണ്ട്. മാഹിയിൽ 6 സ്കൂളുണ്ട്. അപ്പോൾ ഇപ്രകാരം നമുക്ക് ധാരാളം സ്കൂളുകൾ, നമുക്ക് കാസർഗോഡ് 69 സ്കൂളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്കൂളുകളുടെ. അപ്പോൾ ഒരു കാരണവശാലും തിക്കും തിരക്കും കൂടാതെ SSLC പരീക്ഷ പാസ്സായ എല്ലാവർക്കും ഉള്ള കോഴ്സുകൾ അവൈലബിളാണ്, സ്കൂളുകൾ അവൈലബിളാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ ഈ കോഴ്സിനെ പറ്റി ഒരു ചെറിയ വിവരണം ഞാൻ നൽകും. സെക്കൻഡറിക്കുള്ള കോഴ്സുകളെ പറ്റിയൊരു ചെറിയ വിവരണമാണ് നൽകുന്നത്. ഇവിടെ പ്രധാനമായിട്ട് സയൻസ് ഗ്രൂപ്പിന് 9 കോമ്പിനേഷനാണുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഹോം സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഹോം സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ജിയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇലക്ട്രോണിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ജിയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെ ഉള്ള 9 കോമ്പിനേഷനാണ് സയൻസ് ബയോളജിക്കുള്ളത് അല്ലെങ്കിൽ സയൻസിനുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും മിക്കവാറും സ്കൂളിലൊക്കെ കാണുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയും അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസുമാണ് മിക്കവാറുള്ള സ്കൂളിലൊക്കെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സയൻസ് ഏത് വേണമെന്നുള്ളത് ആദ്യം നിങ്ങൾ തീരുമാനിക്കുക. ബയോളജി വേണമെങ്കിൽ ബയോളജി ഓപ്ഷൻ കൊടുക്കുക. മെഡിക്കൽ ഫീൽഡൊക്കെ പോകുന്നവർ നിർബന്ധമായിട്ട് അത് തന്നെ എടുത്തിരിക്കണം, കാരണം അതാണ് നല്ലത്. ഇനി എൻട്രൻസ് എഞ്ചിനീയറിങ്ങിന് പോകുന്നവർക്ക് ബയോളജിയോ കമ്പ്യൂട്ടർ സയൻസോ മറ്റേതെങ്കിലുമൊക്കെ ഓപ്ഷനോ ചെയ്യാം. ഇതിനകത്ത് മാത്സ് ഇല്ലാത്ത കോമ്പിനേഷനുണ്ട്, അത് ശ്രദ്ധിക്കുക നിങ്ങൾ. മാത്സ് ഇല്ലാത്ത കോമ്പിനേഷൻ, മാത്സ് പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊക്കെ എല്ലാ സ്കൂളിലും കാണത്തില്ല, ഉള്ള സ്കൂൾ പ്രോസ്പെക്ടസിൽ കാണും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മാത്സിൻ്റെ ഈ കോമ്പിനേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പിൻ്റെ കോമ്പിനേഷൻ. ഇത്രയും കോമ്പിനേഷനാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഉള്ളത്. ഏത് വേണമെന്ന് മുൻപേ നിങ്ങളൊന്ന് ആലോചിച്ച് ഉറപ്പിച്ച് വെക്കുക. ഇപ്പോൾ നിങ്ങൾ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട, നിങ്ങളുടെ മനസ്സൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത്. രണ്ടാമത് വരുന്നത് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പിടിയുള്ളൊരു ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുകയാണ് ഹ്യൂമാനിറ്റീസ്. കാരണം സിവിൽ സർവീസ് പോലെയുള്ള പരീക്ഷകൾക്ക് ഹ്യൂമാനിറ്റീസ് കൂടുതൽ കുട്ടികൾ, നല്ല കുട്ടികളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു 26ഓളം അല്ലെങ്കിൽ 20 വേറെയും കോമ്പിനേഷനൊക്കെ ഉണ്ട്.
ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സോഷ്യോളജി അല്ലെങ്കിൽ ജോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ഗാന്ധി സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, ഈ എല്ലാ കോമ്പിനേഷൻ നിങ്ങളോട് കണ്ണോടിക്കുക. അവൻ ഇതിനകത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഏറ്റവും നല്ല കോമ്പിനേഷൻ എക്കണോമിക്സ്, ഗാന്ധി സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സും ഉണ്ട്. സോഷ്യോളജി, ജേർണലിസം പോലെയുള്ള കോഴ്സിൽ ഹ്യൂമാനിറ്റീസിലുണ്ട്. കോമ്പിനേഷന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ധാരാളം ഇവിടെ മാത്സും ബയോളജിയും കമ്പ്യൂട്ടർ സയൻസും ഒന്നും ഇല്ലാത്തൊരു കോമ്പിനേഷനാണ്. പലർക്കും ഏതൊക്കെയാണെന്നുള്ള ധാരണയില്ല. അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ടത് പറയുന്നത്. കുട്ടികളെല്ലാം വളരെ ആശങ്കയിലാണ്. യാതൊരു കാരണവശാലും ആശങ്കപ്പെടേണ്ടതില്ല. ഇപ്പോൾ നിങ്ങൾ തയ്യാറാകാനുള്ളൊരു സമയമാണിത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഇനി മൂന്നാമത്തെ ഒരു കോമ്പിനേഷനാണ് നിങ്ങൾക്ക് കൊമേഴ്സ് ഗ്രൂപ്പിൽ വരുന്നത്. കൊമേഴ്സ് ഗ്രൂപ്പ്, ഈ കൊമേഴ്സ് ഗ്രൂപ്പിൽ പ്രധാനമായിട്ട് വരുന്നത് ബിസിനസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, മാത്സിൻ്റെ ഒരു കോമ്പിനേഷനുണ്ട്. അതുപോലെ തന്നെ അതിന് പകരം സ്റ്റാറ്റിക്സ് ഉണ്ട്, പൊളിറ്റിക്സ് ആയിട്ട് ഒരു കോമ്പിനേഷനുണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോമ്പിനേഷനുണ്ട്. അപ്പോൾ ഇതിൽ ഏത് സെലക്ട് ചെയ്യണോ നിങ്ങൾ തീരുമാനിക്കും. കൊമേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏത് സ്കൂളിലാണ് ഈ കോമ്പിനേഷൻ ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഏതുള്ളത് ഹയർ സെക്കൻഡറിക്കുള്ള വിവിധ കോമ്പിനേഷനുകളുടെ ഏതാനും ചില എക്സാമ്പിൾസാണ് ഞാൻ കൊടുത്തത്. നിങ്ങളുടെ മിക്കവാറുള്ള തൊട്ടടുത്തുള്ള സ്കൂളുകളിലൊക്കെ ഇത് കാണും. അത് നിങ്ങളുടെ പ്രോസ്പെക്ടസ് കിട്ടും. അത് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതിന് കോഡുണ്ട്. ഈ കോഡ് അനുസരിച്ച് നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ പിന്നീട് പറയാം. VHSEക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. SSLC പാസ്സായതിനു ശേഷം ഏതാണ്ട് 35ഓളം കോഴ്സുകൾ, വിവിധ കോഴ്സുകൾ വിവിധ സ്കൂളുകളിലായിട്ട് VHSE കോഴ്സുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ അഗ്രോ മിഷണറി, പവർ എഞ്ചിനീയറിംഗ്, സിവിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഓട്ടോമൊബൈൽ ടെക്നോളജി, ധാരാളം തൊഴിലവസര കോഴ്സുകളാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് ലഭിക്കുന്നത്. ഹയർ സെക്കൻഡറിയുടെ അത്രയും സ്കൂളുകൾ ഇല്ലായെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ സ്കൂളുകൾ കാണും. ഇവിടെ നിങ്ങൾക്ക് പല വൊക്കേഷണലായിട്ടുള്ള ജോലി പെട്ടെന്ന് കിട്ടുന്ന കോഴ്സുകളാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്കകത്തുള്ളത്. ഏതാണ്ട് 35ഓളം കോഴ്സുകൾ, വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകൾ അവിടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങളിപ്പോഴേ ഒരു മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക ഏത് കോഴ്സ് വേണം എനിക്ക് തിരഞ്ഞെടുക്കാൻ എന്നുള്ളത്. പേരൻസും കുട്ടികളും മറ്റാരുടെയെങ്കിലും സഹായത്തോടുകൂടി അവനവൻ്റെ കഴിവിനനുസരിച്ച് മറ്റൊരാളുടെ വലിയ പ്രേരണയാലല്ലാതെ അവർക്ക് അഭിരുചി തോന്നുന്ന വിഷയങ്ങൾ ഇപ്പോഴേ സെലക്ട് ചെയ്ത് വെക്കുക. ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾ ശേഷം SSLCയുടെ റിസൾട്ട് വരും. ആ സമയത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫോമൊക്കെ ഫില്ല് ചെയ്യാനുള്ള ആ ഒരു പ്രൊവിഷൻ വരും. അത് വളരെ ശ്രദ്ധാപൂർവ്വം അത് കൈകാര്യം ചെയ്യുക. അതിനെപ്പറ്റി വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കാണും, പ്രസ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു.